യെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിലേക്ക് പന്ത് തട്ടാൻ ഒരു മലയാളി തഹ്സീൻ മുഹമ്മദ് ജംഷീദ് കാൽപന്ത് കളിയുടെ വിശ്വമാമാങ്ക വേദിയിൽ പന്ത് തട്ടുന്ന ആദ്യ മലയാളി മാത്രമല്ല ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നിയോഗമാണ് കണ്ണൂരിൽ വേരുകളുള്ള തഹ്സീനെ കാത്തിരിക്കുന്നത്. ഇന്ത്യക്കായല്ല, പക്ഷേ ഖത്തർ കുപ്പായത്തിലാണ് തഹ്സീനെ കാണാൻ സാധിക്കുക. എങ്കിലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അത് അഭിമാനകരമായ നിമിഷമാകും. രാത്രി 12:30 എന്ന് പറയുമ്പോൾ കേവലം 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ മത്സരം ആരംഭിക്കും. അപ്പോൾ ഖത്തറിനായി നമ്മുടെ പ്രിയപ്പെട്ട തഹ്സീൻ ബൂട്ട് കെട്ടുമോ എന്നതിലെ ആകാംക്ഷ അത് വർദ്ധിക്കുകയാണ്. തഹ്സീന്റെ ഖത്തർ ടീം സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആവേശം ഈ കളി കാണാൻ എവിടെയായിരിക്കും? നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ ഒരു പിടി അധികം ആവേശം സ്വാഭാവികമായിട്ടും അങ്ങ് കണ്ണൂരിൽ തന്നെ ആയിരിക്കും. കണ്ണൂർ തലശ്ശേരി സ്വദേശിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ താരവുമായ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും മകനാണ് തഹ്സീൻ. തഹ്സീന്റെ മത്സരം കാണാൻ ആകാംക്ഷയോടെ ആ നാട്ടുകാരെല്ലാം കാത്തിരിക്കുകയാണ്. വളപട്ടണത്ത് നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ്. അജീഷ്, അപ്പോൾ നമ്മുടെ നാടാണ്, കണ്ണൂരാണ്. അവിടെ ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റൊരു ആവേശമാണ്. പക്ഷേ ഇതിനെല്ലാം മുകളിൽ നമ്മുടെ നാട്ടുകാരൻ തഹ്സീൻ ഇത്തവണ വേൾഡ് കപ്പിൽ കളിക്കാൻ പോകുന്നു എന്നതിന്റെ ആ സാധ്യത അത് ഏറി വരുന്നുണ്ട്. ഖത്തർ ടീമിനായി തഹ്സീൻ ബൂട്ട് കിട്ടുമ്പോൾ ഇവിടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ കണ്ണൂരിൽ വളപട്ടണത്ത് ആവേശം എത്രമാത്രമുണ്ട്? എന്താണ് തഹ്സീന് നാട്ടുകാർ പറയുന്നത്? പ്രജൻ, എന്തായാലും ഞാനിപ്പോൾ തഹ്സീന്റെ സ്വന്തം നാട്ടിലാണ്, വളപട്ടണത്തിലാണ് ഉള്ളത്. ഇവിടുത്തെ സെറ്റപ്പ് കണ്ടാൽ അറിയാം നാട്ടുകാർക്ക് എത്ര വേണ്ടപ്പെട്ട ഒരു കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം ചരിത്രത്തിലേക്കുള്ള കാൽവയ്പ്പാണ് ഇന്നത്തെ കളി. അതിൽ തഹ്സീൻ കളിക്കുകയാണെങ്കിൽ അത് വലിയൊരു ചരിത്രമായി മാറും. ആദ്യമായി ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ ലോകകപ്പിൽ പന്ത് തട്ടുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ മൊത്തം തഹ്സീന്റെ ചിത്രങ്ങളാണ്, തഹ്സീന്റെ ഫ്ലെക്സ് ആണ്. വലിയ ആഘോഷപൂർവ്വമാണ് ഇവരിവിടെ ഇന്നത്തെ കളി കാണാൻ പോകുന്നത്, വീക്ഷിക്കാൻ പോകുന്നത്. അതിനായി വലിയൊരു പ്രൊജക്ടർ സെറ്റപ്പ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മഴയൊക്കെ ആയിരുന്നു, പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു ഓഡിറ്റോറിയത്തിനകത്താണ് ഈ പ്രൊജക്ടർ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. മഴ ആയിരുന്നാലും ഒരു വിഷയമില്ല. എന്തായാലും നാട്ടുകാരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. ചേട്ടാ, ഇന്ന് തഹ്സീൻ കളിക്കാൻ ഇറങ്ങുമോ? എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തഹ്സീനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തഹ്സീന് നമുക്ക് അഭിമാനം തന്നെയല്ലേ, നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും വേൾഡ് കപ്പിൽ കളിക്കാന്ന് വെച്ചാൽ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമാവും. കളിക്കുമെന്നാണ് പ്രതീക്ഷ. നാട് മൊത്തം ഉണ്ട്, കുറേ പേരുണ്ട്. ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. ഇത് തുടങ്ങുന്നല്ലേ ഉള്ളൂ, 12:30 കളി. നിനക്കെന്താ പറയാനുള്ളത്? എന്റെ ടീം ഏതാ? ബ്രസീലാ? ഇത് 3:30 കളിയാണ് നിൽക്കുന്നത്. പിന്നെ തഹ്സീന്റെ ബന്ധുവാണോ? ആരായിട്ട് വരും? എന്റെ ഉമ്മാമന്റെ അനിയത്തിന്റെ മോളെ മോൻ. തഹ്സീനൊക്കെ ഇന്ന് കളിക്കുന്ന പ്രതീക്ഷ എന്താ? ജയിച്ചിട്ട് ഫസ്റ്റ് കളി തന്നെ ഗോളെല്ലാം അടിച്ച് കളിക്കാൻ കഴിയട്ട്. തഹ്സീനോട് കളിച്ചിട്ടുണ്ടോ നീ? ഇല്ല. നീ ഫുട്ബോൾ കളിക്കും? കളിക്കും. ഓക്കെ. പിന്നെ എങ്ങനെയാണ് നാട്ടിലെ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് തഹ്സീന്റെ വളരെ ആവേശ നിവർപ്പിലാണ്. എന്നിരുന്നാലും ഒരു 12:30 കളി തുടങ്ങുമ്പോൾ ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തും. ഇവിടെ ഓഡിറ്റോറിയത്തിനകത്ത് നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകും. തീർച്ചയായിട്ടും തഹ്സീൻ്റെ ഒരു വളപട്ടണം നാടും നഗരവും പിന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, അവിടെ മന്നം മുതൽ ഇവിടെ ടാക്സി സ്റ്റാൻഡ് വരെ തഹ്സീൻ്റെ കട്ടൗട്ടുകളും മറ്റുമെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മളെ നാട്ടുകാരും എല്ലാവരും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് 2 ദിവസം മുന്നേ തഹ്സീൻ്റെ ഒരു വലിയൊരു ഘോഷയാത്ര മന്നം മുതൽ ടാക്സി സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നു. അത് വൻ വിജയമായിരുന്നു. എന്നിരുന്നാലും നമ്മൾ മൊത്തം ഒരു വളപട്ടണത്തിൻ്റെ ജനങ്ങളും എല്ലാവരും കേരളത്തിന് ഒരു അഭിമാനം, ഇന്ത്യക്കും കേരളത്തിനും ഒരു അഭിമാനമാണ് തഹ്സീൻ. വളരെയധികം തഹ്സീന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന. എന്തായാലും ഒരു 12 മണിക്ക് തഹ്സീൻ ഇറങ്ങുന്നുള്ളൊരു വിശ്വാസമുണ്ട്. തഹ്സീൻ ഒരു ഗോള് അടിക്കുന്നുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് എല്ലാവരും അതിലെല്ലാവരും പ്രാർത്ഥനയിലാണ്. അതാണ് കാരണം ഇവരെല്ലാം പറയുന്നത് വളപട്ടണംകാർ ഒരു ലോകോത്തര താരത്തെ തന്നെ സൃഷ്ടിച്ചു എന്നാണ് ആളുകളൊക്കെ പറയുന്നത്. ചേട്ടാ, ഇന്ന് തഹ്സീൻ കളിക്കുമെന്ന് കരുതുന്നുണ്ടോ? തഹ്സീൻ എന്തായാലും കളിക്കും തന്നെയാണ് പ്രതീക്ഷ. അത് കാണാനായി ഇന്ന് പ്രത്യേകം ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ ഇഷ്ട ടീം ഏതാ? ഏതായാലും ഇതന്നെ, ഖത്തറിൻ്റെ തന്നെ. ഖത്തറിൽ ആദ്യമായിട്ടായിരിക്കും ഖത്തറിലൊരു ഫാൻസൊക്കെ, കാരണം അധികം ഫാൻസ് ഒന്നും ഖത്തറിനൊന്നും ഇല്ല. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗലൊക്കെ. ഇപ്പം നമ്മളെ സ്വന്തം നാട്ടുകാരെ കളിക്കുന്നതുകൊണ്ട് എന്തായാലും ഫാൻസ് ഉണ്ടാവുമല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത്.
എന്തായാലും തഹസിൻ ഇന്ന് കളിക്കും, ഗോൾ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അജീഷ് നാട്ടുകാർക്ക്. ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. ഫസ്റ്റ് 11ന്റെ പ്രഖ്യാപനം വന്നു, അതിൽ തഹസിനില്ല, പക്ഷേ പകരക്കാരുടെ പട്ടികയിലുണ്ട്. പകരക്കാരുടെ പട്ടികയിൽ തഹസിന്റെ പേരുണ്ടെന്നതാണ്, അതൊരു നാട്ടുകാരെ ഒന്ന് അറിയിക്കാവുന്നതാണ്. ഖത്തർ ടീമിന്റെ ആദ്യ 11ലെ പേരിൽ ഇല്ല, പക്ഷേ പട്ടികയിൽ ഉണ്ട്, പകരക്കാരുടെ പട്ടികയിൽ തഹസീനുണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തഹസിനെ ഉൾപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ആദ്യ 11ൽ തഹസിന്റെ പേരില്ല. 12:30 മത്സരം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടീമിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഫസ്റ്റ് 11 പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ തഹസീൻ കളിക്കുന്നില്ല, അതിൽ തഹസിന്റെ പേരില്ല, പക്ഷേ പകരക്കാരുടെ പട്ടികയിലുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ തഹസീൻ ബൂട്ട് കെട്ടി ഇറങ്ങും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ കണ്ണൂരിലെ ആവേശം കണ്ടോ? അവിടെ വലിയൊരു ഉത്സവ പ്രതീതിയിലാണ് തഹസീന്റെ ഈ ആദ്യ മത്സരം, തഹസീൻ കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നത്. എന്തായാലും ഖത്തർ ടീമിൽ ഇടം പിടിച്ച് വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ തന്നെ അത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും അഭിമാനമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഓരോ നാട്ടുകാരനും അവിടെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.